ഞാനൊരു ഹാൾ ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയി. അതില്ലാതെ പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല. പരീക്ഷ എഴുതാൻ പോകുമ്പോ ഹാൾ ടിക്കറ്റ് എടുക്കണമെന്നുള്ള ബോധം പോലും നിനക്കില്ലേ? ചേട്ടൻ വീട്ടിൽ പോയി ഹാൾ ടിക്കറ്റ് എടുത്ത് എനിക്കൊന്ന് കൊണ്ടുതരാൻ പറ്റുമോ പ്ലീസ്? അതൊന്നും നടക്കില്ല. ഞാൻ പാറുവിന്റെ കൂടെ ആശുപത്രിയിലാണെന്ന് പറഞ്ഞില്ലേ? നിനക്ക് വീട്ടിൽ പോയി ഹാൾ ടിക്കറ്റ് എടുത്താ പോരെ? ഞാൻ വീട്ടിൽ പോയി ഹാൾ ടിക്കറ്റ് എടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും എക്സാം തുടങ്ങും. ഹോസ്പിറ്റൽ വീടിന്റെ തൊട്ടടുത്തല്ലേ? ചേട്ടൻ അതെടുത്ത് വേഗം കൊണ്ടുവരാൻ പറ്റില്ലേ? നിനക്കൊന്ന് അമ്മയെ വിളിച്ച് പറഞ്ഞൂടെ? അമ്മ ഹാൾ ടിക്കറ്റ് കൊണ്ടുവന്ന് തന്നോളും. ഞാൻ അമ്മയെ കുറെ വട്ടം വിളിച്ചു, അമ്മ ഫോൺ എടുക്കുന്നില്ല. ചേട്ടനൊന്ന് വാ. ഞങ്ങൾ ഡോക്ടർ വരാൻ വേണ്ടി കാത്തിരിക്കേ. എനിക്ക് ഇവിടെ നിന്ന് മാറാൻ പറ്റില്ല. ഞാൻ അമ്മയൊന്ന് വിളിച്ചു നോക്കട്ടെ. നീ ഫോൺ കിട്ടിയേ. അമ്മ എന്താ ഫോൺ എടുക്കാത്ത? എന്താ പ്രിയൻചേട്ടാ? ദർശന ഹാൾ ടിക്കറ്റ് എടുക്കാതെയാ പരീക്ഷ എഴുതാൻ പോയത്. ഇപ്പൊ അത് വീട്ടിൽ നിന്ന് അവളുടെ അടുത്ത് എത്തിക്കണോന്ന്. അതിനെന്താ, പ്രിയൻചേട്ടൻ അത് കൊണ്ടേ കൊടുത്തിട്ട് വന്നോളൂ. നീ എന്തൊക്കെയായി പറയുന്നത്? നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെയാ പോവാ? അതിന് ഇവിടെ വെറുതെ നോക്കിയിരിക്കല്ലേ. ഡോക്ടറെ നമ്മളെ വിളിക്കാൻ ഒരുപാട് സമയമെടുക്കും. അതിനുള്ളില് പ്രിയൻചേട്ടന് ദർശനയുടെ കോളേജിൽ പോയിട്ട് വരാൻ പറ്റും. ഏയ്, എങ്ങാനും നിന്നെ അതിനു മുമ്പ് വിളിച്ചാലോ? നിനക്ക് എന്ത് പറ്റിയെന്നറിയണ്ടേ? അത് ഞാൻ പറഞ്ഞിട്ടായാലും അറിയാലോ. ദർശനയ്ക്ക് ഹാൾ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അവൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ? അവളെ വെറുതെ പേടിപ്പിക്കാതെ ഹാൾ ടിക്കറ്റ് എത്തിക്കാന്ന് വിളിച്ചു പറ. വിളിക്കേ. ചേട്ടാ. എടി കാന്താരി, ഞാൻ ഹാൾ ടിക്കറ്റ് എടുത്തോണ്ട് വരുന്നുണ്ട്. നീ പേടിക്കണ്ട. താങ്ക്സ് ചേട്ടാ. കരച്ചിൽ നിർത്ത്, ഞാൻ ഇപ്പൊ എത്തും. ശരി. നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പല്ലേ? ഉറപ്പാ. പ്രിയൻചേട്ടൻ വേഗം പോയിക്കോ. ഇരിക്ക്. ഇരിക്കും. റിസൾട്ട് കിട്ടിയോ? ദാ. കുട്ടിയുടെ കൂടെ വന്ന ആളെവിടെ പോയി? അദ്ദേഹത്തിന് ഒരു അത്യാവശ്യ കാര്യത്തിന് പെട്ടെന്ന് പോകേണ്ടി വന്നു. ഈ സാഹചര്യത്തിലാണോ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നത്? വെറുതെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവായിക്കോളൂ. അദ്ദേഹത്തിന് ശരിക്കും ഒരു അത്യാവശ്യം വന്നിട്ടാ പോയത്. ഇതിനേക്കാൾ വലിയ എന്ത് അത്യാവശ്യമാണുള്ളത്? ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാൻ അയാൾക്ക് നാണമില്ലേ? കുറെ നേരമായി ഞാൻ സഹിക്കുന്നു. ഞങ്ങള് വന്നപ്പോ മുതല് സിസ്റ്റർ പ്രിയൻചേട്ടനോട് മോശമായിട്ട് സംസാരിക്കാം. ഇപ്പോഴും അദ്ദേഹം ഞാൻ പറഞ്ഞിട്ടാ പോയത്. പ്രശ്നം വരുമ്പോ ഒറ്റയ്ക്കാക്കി പോകുന്ന ആളല്ല പ്രിയൻചേട്ടൻ. അതിപ്പോ കണ്ടു.